അസ്സാം വലൈക്കും. ഞാൻ ഷഹന. ഇന്നത്തെ വീഡിയോയിൽ രസമലായിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണല്ലേ രസമലായി. അപ്പോൾ അതെങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ ഇങ്ങനെ വീട്ടിൽ റെഡിയാക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇതിനായി ഞാൻ 1.5 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാലൊന്ന് നമുക്ക് പിരിച്ചെടുക്കണം. അതിനായി ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഈ വിനാഗിരി ഒറ്റയടിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. 2-3 പ്രാവശ്യമായിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ വിനാഗിരിക്ക് പകരം ലെമൺ ജ്യൂസും നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടും പാല് പിരിഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പാല് പിരിച്ചെടുക്കാം. ഇപ്പോൾ പാല് നല്ലതുപോലെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ക്ലോത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലൂടെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനെല്ലാം തന്നെ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2-3 പ്രാവശ്യം നമുക്ക് തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇതിലൊഴിച്ചിട്ടുള്ള വിനാഗിരിൻ്റെ പുളി ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ ഇതിൽ വെള്ളം പാടില്ല. അതുപോലെ നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി 1 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടൻസ് മിൽക്കിന് പകരം ഷുഗറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ, 1 ടീസ്പൂൺ കുങ്കുമപ്പൂ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലിനൊരു കളറ് കിട്ടാൻ ഞാനൊരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളറും നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബദാമും പിസ്തയൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ ഈ പാലിലിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലുള്ളൂ ഇതിലേക്ക് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങുള്ളൂ. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. പിന്നെ അധികം പ്രസ് ചെയ്തത് കുഴക്കരുത്, ഓവറായി കുഴക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇത് കുഴച്ചാൽ മതിയാകും. അധികം പ്രസ് ചെയ്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഓയിൽ പുറത്ത് വന്ന് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റാത്ത വിധമാകും. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ അളവ് ഒട്ടും തന്നെ കൂടിപ്പോകരുത്. അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ബോൾസാക്കി കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായി പോകും ഇതിന്. അതുകൊണ്ട് ഈ ഒരു അളവിൽ തന്നെ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അധികം വലിയ ബോൾസ് ആക്കണ്ട കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വലുതാകും. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഞാനപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഇതിനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് 8 മിനിറ്റും കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതിലെ വെള്ളം മുഴുവൻ പ്രസ് ചെയ്ത് കളഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം.
നമ്മൾ ഇത് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത ഈ ബോൾസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 6 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും സോഫ്റ്റും ആയിട്ടുള്ള രസമലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോവുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.